നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറേ ടാബുകൾ തുറന്ന് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് കരുതുക. അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു ചിലപ്പോൾ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺ ചെയ്തത്, അതുപോലെ നിങ്ങളുടെ ബാക്കി ആവശ്യങ്ങൾക്ക് അങ്ങനെ തുറന്ന് ക്ലോസ് ചെയ്യാത്ത ഒരു 10ഓ 15ഓ 20ഓ ടാബുകൾ തുറന്നിരിക്കുന്ന ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്ന് വരിക. ചില സമയത്ത് തോന്നും നമ്മളുടെയൊക്കെ ബ്രെയിൻ ഏകദേശം അതുപോലെയാണെന്ന്. ആ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെ കുറേ ടാബുകൾ ഓപ്പൺ ചെയ്തിട്ട് ഏതിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, ഏതിലാണ് നമുക്ക് തുടങ്ങേണ്ടത്, ഏതിലാണ് നമുക്ക് അവസാനിക്കേണ്ടതെന്നറിയാത്ത ഒരവസ്ഥയിലായിരിക്കും നമ്മളുടെ ഒരു ബ്രെയിൻ, അല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സൂത്രവഴിയുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം വരുന്ന അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നങ്ങളിൽ മെജോറിറ്റിയും ലൈഫ് മൊത്തം ഒരു സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രയോറിറ്റീസ്, എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. ഇത്തരം അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഒരു നോർമലി ഷട്ട് ഡൗൺ ചെയ്യും. കാരണം നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് മടിയാണ് ഒരു പരിധിയിലപ്പുറത്തേക്ക് ഓവർ തിങ്ക് ചെയ്യാനും ഓവർ പ്ലാൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വിഡ്രോ ചെയ്യും, നമ്മളൊന്ന് മടിയാവും, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞ് വേറെ ഏതെങ്കിലും ഡിസ്ട്രാക്ഷനിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പം ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു സോർട്ട് ഓഫ് ടെക്നിക്കാണ്. അതിനെ നമുക്ക് ബ്രെയിൻ ഡംപിങ് എന്ന് വിളിക്കാം. ബ്രെയിൻ ഡംപ്. ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ മനസ്സിലെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരു ബ്ലാങ്ക് പേപ്പർ, ഒരു ഒരു വെരി എംപ്റ്റി ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് പകർത്തി വെക്കണ ഒരു പരിപാടിനെയാണ് ബ്രെയിൻ ഡംപ് എന്ന് പറയുക. അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ജേർണലിംഗ്. ജേർണലിംഗ് ആകുമ്പോൾ ഇത്തിരിയും കൂടി ഒരു സ്ട്രക്ചേർഡ് ആണ്, പ്ലാൻഡ് ആണ്. നമ്മളൊരു ഇന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ജേർണലിംഗ് എഴുതുന്നുണ്ടാവുക. ഞാനൊരിക്കൽ കുറേ നാൾ മുമ്പ് ഒരു ജേർണലിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒത്തിരി പേര് അത് ഷെയർ ചെയ്തു. ഒത്തിരി പേര് അതിനെപ്പറ്റി ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞു. എങ്ങനെ പല തരത്തിലുള്ള ജേർണലിംഗ് എഴുതാം. ഞാൻ ഒത്തിരി എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ അതിനെ പറ്റിയിട്ട് ഒത്തിരി പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് ജേർണലിംഗ് അല്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ റൈറ്റിംഗ് ആണ്. നമ്മളൊരു കയോട്ടിക് ആയിട്ടുള്ള ഒരു മൈൻഡിനെ, നമ്മളുടെ വറീസും തോട്ട്സും എല്ലാം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി തീർക്കുന്നതാണ്. അതായത് ഇതിൻ്റെ പുറകിലൊരു സയൻസും ഉണ്ട് കേട്ടോ. കാരണം ഒരു കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയും. നമ്മുടെ ബ്രെയിനിൻ്റെ, നമ്മുടെ ഒരു വർക്കിംഗ് മെമ്മറി ഉണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെയാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് വിചാരിക്കുക. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട കുറേ തീരുമാനങ്ങളുണ്ടാവാം. നമ്മൾ സൂക്ഷിച്ചെടുക്കേണ്ട കുറേ തീരുമാനങ്ങളുണ്ടാവാം. അപ്പോൾ അതിനെല്ലാം കൂടി ക്രോഡീകരിക്കുന്ന നമ്മളൊരു വർക്കിംഗ് മെമ്മറി ഉണ്ട്. ആ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു കോഗ്നിറ്റീവ് ഓവർലോഡ് ഉണ്ടാകുമ്പോൾ ഷട്ട് ഡൗൺ ആവും. അപ്പോൾ ആ കോഗ്നിറ്റീവ് ഓവർലോഡിനെ നമുക്ക് ഒന്ന് ട്രാക്കിലേക്ക് എടുക്കാനായിട്ട് നമ്മൾ അതിനൊന്ന് വേറെ ഒരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ അതിൽ ഒരു സോഴ്സിലേക്ക് പകർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് വർക്ക് ലോഡ് ഇത്തിരി കുറയും. നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. അതാണ് ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു തിയറി ഈ ബ്രെയിൻ ഡംപിങ്ങിനെ പറ്റി പറയണത്. രണ്ടാമത്തെ നമ്മളൊരു തോട്ട് ഡിഫ്യൂഷൻ എന്ന് പറയാം. അതായത് നമ്മളങ്ങനെ ഒരു പേപ്പറിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ പറ്റിയോ ഒരു ഡേയിനെ പറ്റിയോ ആ ഒരു മൊമെൻറ്റിൽ തോന്നുന്ന കാര്യങ്ങൾ എല്ലാം എഴുതുകയാണ്. അത് എഴുതുമ്പോൾ നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാൽ വെരി ഓപ്പൺ ആയിട്ടാണ് എഴുതുന്നത്. അതിലൊരു ജഡ്ജ്മെൻറ്റും ഇല്ല. നമുക്ക് എന്തൊക്കെ തോന്നണം, എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം, അതെല്ലാം ആ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണ്. ആ ഒരു 10 മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ. ഒരു 10 മിനിറ്റാണ് സാധാരണ ഇതിന് പറയാറുള്ളത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് എഴുതുമ്പോൾ നമുക്കൊരു തോട്ട് ഡിഫ്യൂഷൻ എന്ന് പറയും. അതായത് നിങ്ങളും നിങ്ങളുടെ ആ ഒരു തോട്ടും തമ്മിൽ ഒരു സ്പേസ് വരും. ആ ഒരു സ്പേസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കാൻ ഇത്തിരിയും കൂടി ഒരു ആയാസം തോന്നാം. ഇത്തിരിയും കൂടി ഒരു എളുപ്പം തോന്നാം. അതാണ് നമ്മളുടെ ആ ഒരു സ്പേസ് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ ചിന്തകളെ. അത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ പത്രത്തിലേക്കല്ല, ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ. അതേപോലെ തന്നെ ഒരു ഫ്രീ റീകോളിംഗ് എന്ന് പറയുന്ന ഒരു തിയറിയും ഇതിന് സപ്പോർട്ടീവായിട്ടുണ്ട്. ഫ്രീ റീകോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിനെ പറ്റിയിട്ട് ആ എൻ്റയർ ബുക്ക് വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പേപ്പറിൽ ഒരു ബ്ലാങ്ക് ആയിട്ട് ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ എനിക്കൊരു സിസ്റ്റമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ എനിക്കൊരു റീഡിംഗ് സിസ്റ്റമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ബുക്കിൽ നിന്നുള്ള, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഞാൻ എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഞാൻ ഫ്രീ ഡംപാണ്. അതിൽ ചിലപ്പോൾ എഴുതുമ്പോൾ എൻ്റെ തോട്ട്സ് അതിൽ ആഡ് ചെയ്ത് വരാം. ഞാൻ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ബുക്കിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ, അതും എൻ്റെ ലൈഫിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് മറ്റുള്ള ആളുകൾക്ക് അതിനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ക്രോഡീകരിച്ച് എഴുതാറുണ്ട്. അപ്പോൾ ലെറ്റ് മി ടെൽ യു, അത് നമ്മുടെ മെമ്മറീനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഒരു ഫ്രീ റീകോൾ എന്ന് പറയുന്ന ഒത്തിരി സ്റ്റഡീസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ ഡംപിങ്ങിനൊരു സയൻറ്റിഫിക് ബാക്കപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് എഴുതുക എന്നല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അത് എഴുതുകയെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു 2019 അവസാനം, അത് 2020 ആയിരുന്നു. എനിക്കൊരു ഒത്തിരി
ഒരു കുറച്ച് ഇമോഷണലി സ്ട്രഗിൾ ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നുപോയി. കാരണം ആ സമയത്ത് ഞാൻ എനിക്ക് 2019 എൻ്റെ ലൈഫിൽ ഞാനൊരു ഒരു ഫൈനാൻഷ്യൽ ജേണി ഡിഫറൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് ഒരു ഒരു ഒത്തിരി സമയം മണിയെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി സ്കില്ലിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഐ ഓൾവേസ് ഫോക്കസ് ഓൺ സ്കിൽസ് ദാറ്റ് ക്യാൻ ജനറേറ്റ് മോർ ലൈക്ക് അതായത് നമ്മുടെ ചുരുങ്ങിയ സമയത്തിന് കൂടുതൽ വാല്യൂ കിട്ടണ, കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകളിലായിരുന്നു ഞാൻ ആ സമയത്തെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മൾട്ടിപ്പിൾ സ്കില്ലുകൾ ഞാൻ ആ സമയത്ത് അക്വയർ ചെയ്തായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, നെഗോഷിയേഷൻ ആയിക്കോട്ടെ, ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കര ഒത്തിരി എഫേർട്ട് ഇട്ടായിരുന്നു. അങ്ങനെ പലതരം ഒരു 5-6 സ്കില്ലിൽ ഞാനൊരു 1 to 2 ഇയേഴ്സിൽ ഐ ക്യാൻ ടെൽ ഐ വാസ് എ മാസ്റ്റർ അറ്റ് ഇറ്റ്. കാരണം എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ്, ഒരു സ്ട്രെങ്ത്ത് ഒന്നും കൂടി സ്ട്രോങ് ആക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാനതെല്ലാം ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ എനിക്ക് ഹൈലി സ്കിൽഡ് ആയിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ തന്നെ 1-2 ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് സത്യത്തിൽ ആ വർക്കുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഉള്ള റിസൾട്ട് എടുക്കാനായിട്ട് എൻ്റെ മനസ്സ് അതുകൊണ്ട് സമ്മതിക്കില്ലായിരുന്നു. ഐ ഹാഡ് എ സെക്കൻഡ് തോട്ട് ആ സമയത്ത്. അപ്പോൾ ഷുഡ് ഐ ചേസ് മണി, അതായത് ഞാൻ പണത്തിൻ്റെ പുറകെ പോകണോ, അല്ലെങ്കിൽ ഞാൻ ഷുഡ് ഐ ഗോ ബിഹൈൻഡ് വാല്യൂ, അങ്ങനെ ഒരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് അലട്ടി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും ഞാൻ സംസാരിക്കുന്ന കുറേ ആളുകൾ പറയുന്ന പോലെ, അതായത് പണമാണോ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് സമാധാനമാണോ വേണ്ടത്, അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് ഒരു ദിവസങ്ങളോളം ബേസിക്കലി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് രാത്രി ചിലപ്പോൾ ആ ഒരു തോട്ട് എന്നെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു മെൻറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഐ തിങ്ക് യു ഷുഡ് ട്രൈ ബ്രെയിൻ ഡംപിങ്. ഒരു പേപ്പർ എടുത്ത് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാൻഡം ഒരു 10 മിനിറ്റോളം സമയം ബ്ലോക്ക് ചെയ്തിട്ട് ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് ചെന്നിരുന്നു നീ അതിനെ പറ്റിയിട്ട് നിനക്ക് തോന്നണതല്ല, നിൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. അത് എഴുതി കഴിഞ്ഞൊരു 10-15 മിനിറ്റോളം ഞാൻ എഴുതിയായിരുന്നു ചുരുങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്ക് വല്ലാത്തൊരു റിലീഫ് തോന്നിയായിരുന്നു. കാരണം ഞാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോ അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ ചിന്തിക്കാത്ത, നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളും ഐഡിയാസും നമ്മളുടെ ആ പേപ്പറിലേക്ക് വന്നു. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു സോർട്ട് ഓഫ് വെരി റിലീഫ് വന്നു. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി വിങ്ങി കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും അടുത്തൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടില്ലേ? അതുപോലെ ഒരാശ്വാസം എനിക്ക് ആ സമയത്ത് തോന്നിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനത് റെഗുലർ പ്രാക്ടീസ് ആക്കിയിട്ടെടുത്ത് എനിക്കത് കൊള്ളാം എന്ന് തോന്നി. ഇപ്പോൾ ഞാൻ ജേർണലിംഗ് ചെയ്യണ പോലെ തന്നെ, ഞാൻ വായിക്കണ പോലെ തന്നെ ഐ റെഗുലർലി ഡൂ ദാറ്റ്. ഇറ്റ് ഹെൽപ്സ് മീ എ ലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളും ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ്ലി തോട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ പോണ ആളുകളാണ് നിങ്ങളെല്ലാവരും. പല ആംഗിളിൽ കൂടെ, പല ഡയമെൻഷനിൽ. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പലരുടെ അടുത്തും പല രീതിയിലായിട്ട് പല സമയങ്ങളിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെരി ജെൻറ്റിൽ, ഹംബിൾ, ഹ്യൂമൻ തിങ്സാണ് നമ്മളവിടെ ഷെയർ ചെയ്യണതും കേൾക്കണതെല്ലാം. അപ്പോൾ ഞാൻ പറയണത് ഒരു 3 രീതിയിൽ അല്ലെങ്കിൽ 1-2 രീതിയിലാണ് സാധാരണ ബ്രെയിൻ ഡംപ് ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഞാനൊരു മോർണിംഗ് ബ്രെയിൻ ഡംപ് ചെയ്യാറുണ്ട്. മോർണിംഗ് ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ അന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ചിലപ്പോൾ ഒത്തിരി പ്രയോറിറ്റീസ് ആയിട്ടായിരിക്കും നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കാരണം പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഒരു നാട്ടിൽ ബിസിനസ്സിന് കാര്യങ്ങൾ, അത് ലോഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് പൊസിഷൻ, അങ്ങനെ 100,000 കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്ലസ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇതെല്ലാം ഒന്നിച്ച് പോകുമ്പോൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതിനാണ് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടാത്തത് എന്നുള്ളൊരു തോട്ട് നമ്മൾ ചിലപ്പോൾ അലട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഫീൽ എ ലോട്ട് ബെറ്റർ. കാരണം ചിലപ്പോൾ എനിക്കത് ഇത്തിരി കൂടിയും പ്രാക്ടിക്കലി അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. എൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് ചിലപ്പോൾ നമ്മളൊരു ഈവനിങ്ങിൽ, ചിലപ്പോൾ നമ്മളൊരു ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി വെരി ക്രേസി ബിസി ഡേ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത പ്രശ്നങ്ങളിൽ കൂടെ നമ്മളെ പുള്ളിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനായിട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ എഴുതാറുണ്ട്. അങ്ങനെ എഴുതുന്ന പലരെയും കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഹാവ് ഹേർഡ് ദാറ്റ് ഹെൽപ്സ് ദം ഇൻ ദെയർ തിങ്കിങ്. കാരണം ഇതൊരു വെരി പ്രാക്ടിക്കലാണ്. ഇതിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമുള്ള സംഭവങ്ങളല്ലല്ലോ. കാരണം ഇത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ ബ്രെയിനിലെ അമഗ്ഡാല എന്ന് പറയാം, നമ്മുടെ ഫിയർ സെൻറ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ ആക്റ്റീവ് ആവുകയാണ് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ.
അപ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ അടുത്ത് തന്നെ നമ്മളുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ബ്രെയിനിൻ്റെ അടുത്ത് പറയും, ഓക്കെ, ഞാൻ നിൻ്റെ പേടിപ്പിക്കുന്ന സാധനത്തിന് ഞാനൊരു വേറൊരു പേപ്പറിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ട്, അപ്പോൾ നീ പേടിക്കണ്ട എന്ന് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം നമ്മളുടെ ഇൻറ്റേർണലി നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരാശ്വാസം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചിലപ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാം. അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ബെറ്റർ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ബെറ്റർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് കിട്ടാറുണ്ട് പേഴ്സണലി. ഐ ഹാവ് ഹേർഡ് ആൻഡ് ഐ ഹാവ് റെക്കമെൻഡഡ് ദിസ് ടു മെനി പീപ്പിൾ. അപ്പോൾ ആ ഒരു ബ്രെയിൻ ഡംപിങ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. പക്ഷേ ഐ ചലഞ്ച് യു ഓൾ, നിങ്ങൾ ഇതേപോലെ നിങ്ങളൊരു വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു 100,000 കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ബ്രെയിൻ ഡംപ് ഇറ്റ്. ഒരു പേപ്പർ എടുത്ത്, ബ്ലാങ്ക് പേപ്പർ എടുത്ത് ഒരു 6 to 10 മിനിറ്റ് നിങ്ങൾ അതിലൊന്ന് എഴുതി അപ്പോൾ ആ പ്രോബ്ലത്തിനെ ചുമ്മാ നമ്മളൊരു ഫ്രീ റൈറ്റിംഗ് ആണ്, നമുക്കൊരു റൂൾസും ഇല്ല. ഇങ്ങനെ എഴുതണം, ഗ്രാമറിനെ പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾ എഴുതണ വേർഡ്സിനെ പറ്റി ചിന്തിക്കേണ്ട, ഇത് ഇംഗ്ലീഷോ മലയാളം നിങ്ങൾ ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റണത് ആ രീതിയിൽ ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കലുഷിതമായിട്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്കൊരു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ആ കലുഷിതമായിട്ടിരിക്കുന്ന മൊമെൻറ്റിൽ നിന്ന് പറ്റുമായിരിക്കും. അപ്പോൾ നമ്മളുടെ വറിയും ചിന്തകളും മറ്റുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതും വാട്ടെവർ എന്തൊക്കെയാണോ ആ ഒരു 10 മിനിറ്റിൽ നമ്മുടെ തലയിൽ വരുന്നത് അതൊന്നൊരു പേപ്പറിൽ പകർത്തി നോക്കിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്ന് ഒന്ന് പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് സയൻറ്റിഫിക് ബാക്കപ്പ് ഉണ്ട്. ഇത് റാൻഡം തോട്ടൊന്നുമല്ല. ദർ ആർ മെനി സ്റ്റഡീസ് ആർ ഹാപ്പനിങ് ഇൻ ദിസ് ഏരിയ. കാരണം ആ ഒരു ഇപ്പോഴത്തെ മോഡേൺ വെരി കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള വേൾഡിൽ നിങ്ങൾക്ക് ഒന്ന് ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങളുടെ ആ ഒരു മനസ്സിനെയും ഇമോഷൻസിനെയും ഒപ്പം നിങ്ങളുടെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിനെയും കറക്റ്റായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ വേ. ദർ ആർ മെനി അതർ ട്രിക്സ് ആൻഡ് ബീറ്റ്സ് നമുക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ആർക്കെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുള്ള അവസ്ഥയിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ചിലപ്പോൾ അതുകൊണ്ട് അവർക്കൊരു മാറ്റം കിട്ടാം. കാരണം ചിലപ്പോഴൊക്കെ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിൽ കൂടെ ആ ഒരു ലൈഫിൻ്റെ ഒരു എൻഡ് ഓഫ് ദ ടണൽ, അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഇരുട്ട് മാത്രം കാണുന്ന അവസ്ഥകളെ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്, ഓണസ്റ്റ്ലി ഉണ്ട്. പല പ്രശ്നങ്ങളെ കൊണ്ട് അവരറിയാതെ വീണ, അല്ലെങ്കിൽ അവർ ചെയ്ത പാസ്റ്റിൽ അറിയാതെ അറിഞ്ഞോ ചെയ്തു പോയ കാര്യങ്ങളിൽ ഇപ്പോഴും ദുഃഖിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴും എങ്ങനെയാണ് ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പോലും അറിയാത്ത തരം ആളുകളായിട്ട് പ്രത്യേകിച്ച് ലാസ്റ്റ് വീക്കിൽ സംസാരിക്കാനുള്ളൊരു ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയണത്. ജസ്റ്റ് ദിസ് ഈസ് എ ടൂൾ, യു ക്യാൻ യൂസ് യുവർ സെൽഫ്. അപ്പോൾ അതുകൊണ്ട് അത്ര ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.